സ്വർണ്ണ കൊടിമര പ്രതിഷ്ഠയ്ക്കൊരുങ്ങി പ്രസിദ്ധമായ തിരുവിഴ മഹാദേവ ക്ഷേത്രം 2 വർഷം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് ക്ഷേത്രത്തിലെ സ്വർണ്ണധ്വജം യാഥാർത്ഥ്യമായി മാറുവാൻ പോകുന്നത്. ബുധനാഴ്ച രാവിലെ 7:33-നും 9:36-നും മധ്യേയുള്ള ഇടവം രാശി മുഹൂർത്തത്തിലാണ് പ്രതിഷ്ഠാ കർമ്മങ്ങൾ നടക്കുക. സ്വർണ്ണക്കൊടിമര പ്രതിഷ്ഠയ്ക്കായുള്ള എല്ലാ ഒരുക്കങ്ങളും ക്ഷേത്രത്തിൽ പൂർത്തിയായി കഴിഞ്ഞു. പ്രതിഷ്ഠാ ദിനത്തിൽ പ്രാണാന്യാസം, പീഠപ്രതിഷ്ഠ, കുംഭേശാഭിഷേകം, നിദ്രകലശാഭിഷേകം, ദിക്പാലക കലശാഭിഷേകം എന്നിവയും വിശേഷാൽ പൂജകളും നടക്കും. രാവിലെ 11:30-ന് നടക്കുന്ന ധ്വജപ്രതിഷ്ഠ സമർപ്പണ സമ്മേളനത്തിൽ കൊടിമരത്തിന്റെ ശില്പികളെ ആദരിക്കുന്ന ചടങ്ങും നടക്കും. ഇതോടനുബന്ധിച്ച് ഈ ഏപ്രിൽ 16-ാം തീയതി മുതൽ ഏതാണ്ട് 50ഓളം വൈദികർ ഇതുമായിട്ട് ബന്ധപ്പെട്ട നിരവധി പൂജകൾ, കർമ്മങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നാളെ രാവിലെ 7:33-നും 9:00-നും ഇടയ്ക്കുള്ള ശുഭമുഹൂർത്തത്തിലാണ് ഈ കൊടിമര പ്രതിഷ്ഠ നടക്കുന്നത്. കൊടിമര പ്രതിഷ്ഠ അതിൻ്റെ ചടങ്ങുകളൊക്കെ മുകളിലാണ്, അതിൻ്റെ സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. മുകളിലാണ് ഈ ചടങ്ങുകൾ നടക്കുന്നത്. ഋഷഭവാഹനം നന്ദി, ഈ ഋഷഭവാഹനമാണ് മുകളിൽ വച്ച് പ്രതിഷ്ഠിക്കുന്നത്. അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങ്. ഈ ചടങ്ങിനെ സംബന്ധിച്ച് പറയുമ്പോൾ വളരെ പൗരാണികമായ ഒരു ക്ഷേത്രമാണിത്. നിരവധി ആളുകൾ കൈവശ പരിഹാരമായി അല്ലെങ്കിൽ മറ്റ് വയറിൻ്റെ ശുദ്ധിക്കൊക്കെയായി കേരളത്തിൽ നിന്നല്ല ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ വരികയും മരുന്ന് സേവിച്ച് പോവുകയും ചെയ്യുന്ന പ്രസിദ്ധമായ ഒരു ക്ഷേത്രമാണ് തിരുവിഴ മഹാദേവ ക്ഷേത്രം.